നബിദിനത്തിന് എല്ലാ വർഷവും പായസം വിളമ്പുന്ന ആളായിരുന്നു നമ്മുടെ കുഞ്ഞുമോൾ താത്ത. നബിദിന തലേന്ന് 5:30 പായസം വിളമ്പാനുള്ള ഗ്ലാസുകൾ വാങ്ങി സഹോദരിയുടെ കൂടെ തിരിച്ചു വരികയാണ് ആ ദാരുണമായ സംഭവം ഉണ്ടായത്. കുഞ്ഞുമോളും സഹോദരിയും സഞ്ചരിച്ച സ്കൂട്ടറിൽ ഒരു കാർ വന്നിടിക്കുകയും നിലം വിട്ട് പൊന്തി കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസിൽ പോയി വീണു കുഞ്ഞുമോൾ താത്ത. പിന്നാലെ കാറിൻ്റെ മുൻവശത്തെ ടയറിൻ്റെ കീഴിൽ പോയി വീണിരുന്നു ഈ പാവം ഉമ്മ. അപ്പോൾ കുഞ്ഞുമോൾ താത്താനെ എത്രയും പെട്ടെന്ന് തന്നെ അവിടെ നിന്നെടുത്ത് ആശുപത്രിയിലെത്തിച്ചാൽ കുഞ്ഞുമോൾ താത്താക്ക് ജീവിതമുണ്ടായിരുന്നു. അപ്പോൾ കാറ് ഓടിച്ചുകൊണ്ടിരുന്ന അജ്മൽ എന്ന യുവാവിനോട് ശ്രീകുട്ടി എന്ന പെൺസുഹൃത്ത് കാറ് മുന്നോട്ടെടുക്കാൻ പറഞ്ഞത്ര. ഇരുവരും ഇതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയായിരിക്കാം അങ്ങനെ ചെയ്തത്. പക്ഷേ ഒരു മനുഷ്യൻ്റെ ജീവൻ്റെ മേലെ കൂടെ തങ്ങൾക്ക് ജീവിതമുണ്ടാക്കാൻ ശ്രമിക്കുന്നത് എന്തൊരു നീചകൃത്യമാണ്. മനഃസാക്ഷിയില്ലാത്ത മനുഷ്യരും കേരളത്തിലുണ്ടെന്ന് തെളിയിച്ച സംഭവം. അപകടത്തിൽ പരിക്കേറ്റ് അവശനിലയിൽ കിടക്കുന്ന സ്ത്രീയുടെ മുകളിലൂടെ കാർ ഓടിച്ചു കയറ്റാനുള്ള ഈ മനക്കെട്ടി എങ്ങനെയാണ് ഇവർക്ക് ലഭിച്ചത്? ഇവർ രണ്ടുപേരും ഈ സമയത്ത് മദ്യപിച്ചിരുന്നു എന്നാണ് പിന്നീട് അറിഞ്ഞത്. കാറ് മുന്നോട്ടെടുക്കരുതെന്ന് നാട്ടുകാർ ബഹളം കൂട്ടിയപ്പോൾ കാറിലുണ്ടായിരുന്ന ലേഡി ഡോക്ടർ കാർ മുന്നോട്ടെടുക്കാൻ പറഞ്ഞതാണെന്ന് ദൃക്സാക്ഷികൾ മൊഴി നൽകി. ഇതോടെ അജ്മൽ എന്ന് പറയുന്ന യുവാവ് കാർ മുന്നോട്ടെടുത്തു. ആദ്യം മുന്നോട്ടെടുത്തപ്പോൾ കാർ കുഞ്ഞുമോൾ താത്തയുടെ മേലെ കൂടെ കയറിയില്ല. അതുകൊണ്ട് വീണ്ടും റിവേഴ്സ് എടുത്ത് വേഗതയിൽ കുഞ്ഞുമോൾ താത്തയുടെ നെഞ്ചിലൂടെയാണ് ഇവർ കാർ ഓടിച്ച് കയറ്റി രക്ഷപ്പെട്ടത്. കാർ ഓടിച്ചിരുന്ന അജ്മലിനെതിരെ പോലീസ് നരഹത്യാ കുറ്റം ചുമത്തി കേസെടുത്തു. പ്രതിയെയും കസ്റ്റഡിയിലുള്ള വനിതാ ഡോക്ടറെയും വൈദ്യപരിശോധനയ്ക്ക് വിധേയരാക്കി കേസിൽ വനിതാ ഡോക്ടറെയും പ്രതി ചേർക്കുമെന്നാണ് സൂചന. അറസ്റ്റിലായ അജ്മൽ നേരത്തെ മയക്കുമരുന്ന് കേസിലും ഉൾപ്പെട്ടിരുന്നതായാണ് വിവരം. കൂടാതെ വനിതാ ഡോക്ടറായ ശ്രീകുട്ടി എന്ന് പറയുന്ന യുവതിയുടെ കയ്യിൽ നിന്നും 2 മാസത്തെ പരിചയത്തിനിടയിൽ തന്നെ ഇയാൾ 8 ലക്ഷം രൂപയോളം പലതരത്തിലും കൈക്കലാക്കിയിരുന്നു എന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഡോക്ടറായ ശ്രീകുട്ടി എന്ന് പറയുന്ന യുവതി MBBS പഠിക്കുന്ന സമയത്ത് തന്നെ വിവാഹം കഴിഞ്ഞിരുന്നു. പക്ഷേ ആ വിവാഹബന്ധം 1 വർഷം മാത്രമാണ് നീണ്ടുനിന്നത്. ഇതിനുശേഷം ഇവർ ഡോക്ടറായി ജോലി ചെയ്തിരുന്ന ഹോസ്പിറ്റലിലേക്ക് അജ്മൽ ചികിത്സ ആവശ്യത്തിനായി വരികയായിരുന്നു. തുടർന്ന് ഇവർ തമ്മിൽ നല്ല സൗഹൃദത്തിലായി. പല ക്രിമിനൽ കേസുകളിൽ പ്രതിയായി പിടിക്കപ്പെട്ട ആളാണ് ഈ അജ്മൽ എന്ന് പറയുന്ന യുവാവ്. ഭർത്താവിൻ്റെ കൂടെ കട നടത്തി വന്നിരുന്ന കുഞ്ഞുമോൾ നബിദിനത്തിന് ബന്ധുക്കൾക്ക് നൽകാൻ പായസം വിളമ്പാൻ ഗ്ലാസുകൾ വാങ്ങാൻ വേണ്ടി പോയതായിരുന്നു സഹോദരിയുടെ കൂടെ. അപകടത്തിൽ പരിക്കേറ്റ സഹോദരി ചികിത്സയിൽ കഴിയുകയാണ്. അവരെ പോലെ തന്നെ നമ്മുടെ കുഞ്ഞുമോൾ താത്തയും രക്ഷപ്പെടുമായിരുന്നു. ഇവർക്ക് 2 പെൺമക്കളുണ്ട്. കൂടാതെ അർബുദ രോഗിയായ ഇവർ ആ ചികിത്സയിലും കൂടിയായിരുന്നു. അജ്മൽ പിന്നെയും കാർ മുമ്പോട്ടെടുത്തില്ലെങ്കിൽ കുഞ്ഞുമോൾ താത്താനെ രക്ഷിക്കാൻ പറ്റുമായിരുന്നു എന്നാണ് നാട്ടുകാർ പറയുന്നത്.